മിശിഹ സഭയ്ക്ക് തലയും ശരീരത്തെ ജീവിപ്പിക്കുന്നവനും ആയിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനം. മശിഹ സഭയുടെ തലയാണ് എങ്കിൽ മശിഹായുടെ ശരീരമാണ് സഭ. അങ്ങനെ തലയായിരുന്നു കൊണ്ട് ശരീരത്തെ ജീവിപ്പിക്കുന്നവനായിരിക്കുന്നു കർത്താവ്. സഭയുടെ ജീവൻ തലയുമായിട്ടുള്ള ബന്ധത്തിലാണ്. തല നഷ്ടപ്പെട്ട ശരീരത്തിന് ജീവനില്ല. തലയുമായിട്ട് ബന്ധമുണ്ടെങ്കിലേ ശരീരത്തിന് ജീവനുള്ളൂ. കർത്താവുമായി ബന്ധമുണ്ടെങ്കിലേ സഭയ്ക്ക് ജീവനുള്ളൂ, സഭാ മക്കൾക്ക് ജീവനുള്ളൂ. നമ്മുടെ ജീവൻ്റെ ആധാരം നമ്മുടെ തലയാകുന്ന കർത്താവാണ്. കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം പാപത്താൽ പിരിഞ്ഞു മാറിയെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ട് നാം മരിച്ചവരായിത്തീരുന്നു എന്ന് തിരിച്ചറിയുക. ഒരടിക്കുറിപ്പുണ്ട് ഈ വാക്യത്തിന്. ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. മശിഹ സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഇവിടെ ഭർത്താവ് മശിഹായുടെ സ്ഥാനത്തും ഭാര്യ സഭയുടെ സ്ഥാനത്തും ആണ് എന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഉപദേശിക്കുകയാണ്. അത്രമാത്രം പരിപാവനമായ ബന്ധമാണ് വിവാഹബന്ധമെന്നുകൂടെ ഇവിടെ പറഞ്ഞു വയ്ക്കുമ്പോൾ അതിൻ്റെ പൊരുളറിഞ്ഞ് ജീവിക്കുവാൻ കരുതണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറേക്കരയച്ചൻ.